കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. നമ്മളിന്ന് ഭഗവാന്റെ ആടിയ എണ്ണയുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ആടിയ എണ്ണയെക്കുറിച്ചിട്ടൊക്കെ അറിയുന്നത് ഞാനൊരു ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പിൽ അംഗമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്മിനായിട്ടുള്ള ശ്രീകാന്ത്ജിയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുകയും അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിരവധി ആളുകൾ ഈ ആടിയ എണ്ണയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരുപാട് മാറ്റമുണ്ടാക്കിയിട്ടുള്ള എണ്ണയാണിത്. അങ്ങനെ പിന്നീട് ഞാൻ ഇത് ആദ്യമായിട്ട് അറിയുന്നത് പോലും അവിടെ നിന്നാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ശ്രീലേഖ ചേച്ചി അവരുടെ അനുഭവം പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ആ ഒരു അനുഭവം കേൾക്കുകയും അതുപോലെ തന്നെ അവർ അനുഭവം ടൈപ്പ് ചെയ്ത് പറയുന്നുണ്ട്, അതുപോലെ അനുഭവം അവരുടെ ശബ്ദത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം അത് കേൾക്കുന്നുണ്ട്, ബാക്കി ടൈപ്പ് ചെയ്ത ഭാഗം ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് കേട്ടോ പറയണത്. അപ്പോൾ ഏതായാലും ഈ ആടിയ എണ്ണയുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ചുറ്റും ഒരുപാട് പേര് ഇതുപോലെ പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർക്കൊക്കെ ഇത് ഉപകാരമാവട്ടെ. ഹരേ കൃഷ്ണ. അപ്പോൾ കേട്ട് നോക്കട്ടോ. അതെ അഖില, എൻ്റെ പേര് ശ്രീരേഖ. എൻ്റെ കാലിൻ്റെ 2 കാലും തേയ്മാനം, എൻ്റെ പ്രായത്തിൽ കൂടിയ അളവിൽ തേയ്മാനം വന്നിരിക്കുക. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, നടക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഒരുപാട് മരുന്ന് കഴിച്ചു. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഡോക്ടർമാർ. ഇപ്പം ഞാൻ മരുന്ന് കഴിപ്പൊക്കെ നിർത്തിയിരിക്കുക. ഞാനിപ്പോൾ സന്ധ്യ ആകുമ്പം എൻ്റെ പാദമൊക്കെ എപ്പോഴും ചുട്ടുപൊള്ളുന്ന കണക്ക് വേദനയാണ്, പെരുപ്പ് കണക്ക്. അപ്പോൾ ഞാൻ സന്ധ്യയ്ക്ക് ഇച്ചിരി ഉപ്പ് വെള്ളം ചൂടാക്കി അതിനകത്ത് കാല് വെച്ചിട്ട് കുളിച്ചിട്ട് വന്നിരുന്നിട്ട് ഭഗവാന്റെ എണ്ണ 2 മുട്ടിലും തടവി കുറേ നേരം ഇരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പിറ്റേന്ന് രാവിലെ എനിക്ക് എണീറ്റ് നടക്കാൻ വളരെ സുഖമാണ്, ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കാൻ പറ്റും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ എണ്ണ നാവി തേച്ച് നോക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ എനിക്കങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഭഗവാന്റെ ഔഷധ എണ്ണയാണല്ലോ ആടിയ എണ്ണ, അതൊന്ന് തേച്ച് നോക്കാം. അങ്ങനെ തേച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫലമാണ് ഞാൻ ഇട്ടത്. അപ്പം ഒത്തിരി നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് ആടിയ എണ്ണ കൊണ്ട് ഒത്തിരി ഉപകാരങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് സത്യമാണ് കേട്ടോ. ഹരേ കൃഷ്ണ. നമ്മൾ ഭക്തർ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് ഭഗവാനേക്കാൾ വലിയൊരു ഡോക്ടർ ഇല്ല എന്നുള്ളത്. പല സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളും ഡോക്ടേഴ്സും വൈദ്യരും ഒക്കെ കൈയൊഴിഞ്ഞ കേസിലും ഭഗവാൻ അത്ഭുതമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ ഒരു അത്ഭുതമാണ് ഭഗവാന്റെ ഈ ആടിയ എണ്ണയും. നമ്മുടെ ശ്രീലേഖ ചേച്ചിക്ക് ഒരു വായ്പുണ്ടുണ്ടായി, മാറുന്നില്ല. നിരവധി ആളുകളോട് ഇതിനെപ്പറ്റി പറയണ്ടായി. ആളുകൾ പല മരുന്നുകളും ചേച്ചിയോട് പറയണ്ടായി കേട്ടോ. ആ മരുന്ന് ഉപയോഗിക്കൂ, ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞ മരുന്നുകളൊക്കെ ആലോചിച്ചിട്ട് ഏത് രീതിയിൽ ചെയ്യണമെന്ന് കൺഫ്യൂഷനിലായിട്ട് ഇരിക്കുകയായിരുന്നു ചേച്ചി. അങ്ങനെ ചേച്ചിയുടെ ഉള്ളിൽ നിന്നും ആരോ ഇങ്ങനെ പറയുന്ന പോലെ, നിന്റെ കയ്യിൽ തന്നെ ഒരു മരുന്ന് ഇരിപ്പില്ലേ, അതൊന്ന് പ്രയോഗിച്ചു നോക്കൂ എന്ന്. ആ മരുന്ന് എന്താണെന്നോ, നമ്മുടെ പൊന്നുണ്ണിയുടെ ആടിയ എണ്ണ. അന്ന് തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നാവിനും കവിളിലും നന്നായി പുരട്ടിക്കിടന്നു. ഇന്നേക്ക് 2 ദിവസമായപ്പോഴേക്കും കുരുകളൊക്കെ മാറി, നാവ് പഴയ പോലെയായി. ആടിയ എണ്ണ ഇട്ടാണ് എൻ്റെ മുട്ടിൻ്റെ വേദനയും കുറഞ്ഞത്. ഭഗവാനെ, അവിടുത്തെ എണ്ണയുടെ മഹാത്മ്യം പറഞ്ഞാൽ തീരില്ല കണ്ണ. എങ്ങനെയാണ് ശ്രീലേഖ ചേച്ചിയുടെ കുറിപ്പ്. എത്ര മനോഹരമാണ് ഈ അറിവ് കേട്ടോ. ഇത് നിരവധി ആളുകൾക്ക് നിങ്ങളിത് കേൾക്കുന്നവർ ഷെയർ ചെയ്യണം കേട്ടോ. നിരവധി ആളുകൾ ബാക്ക് പെയിൻ കൊണ്ടും പലതരം വേദനകൾ കൊണ്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമല്ലോ. ആടിയ എണ്ണയെക്കുറിച്ച് ആളുകൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉപകാരപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഭക്തിപൂർവ്വം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യണേ. അങ്ങനെ ചെയ്യുമ്പോഴേ ഇതിൽ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.